സിറ്റി കൊച്ചിയുടെ തലവര മാറ്റിമറിക്കുമെന്ന് 10 വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ച പദ്ധതിയാണിത്. പക്ഷേ ഇപ്പോൾ ഈ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്മാർട്ട് സിറ്റിയും ചർച്ചയാകുമ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് സ്മാർട്ട് സിറ്റിക്ക് സംഭവിച്ചതെന്ന്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ സ്മാർട്ട് സിറ്റിയുമായി തന്നെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു പ്രോജക്റ്റാണ് സ്മാർട്ട് സിറ്റി. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും വളരെ കുറച്ച് കൺസ്ട്രക്ഷന് ഇവിടെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ളൂ. അതുകൂടാതെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ച് 5000-ഓളം തൊഴിലവസരങ്ങളാണ് ഇവിടെ കമ്പനികൾക്ക് നൽകാനായത്. അപ്പോൾ ആ രീതിയിൽ എന്നും നമ്മൾ കേരളത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കും, പക്ഷേ പിന്നീട് വരുന്ന ഗവൺമെൻറ്റുകൾക്കോ അല്ലെങ്കിൽ ആ രീതിയിലെല്ലാം അതിനോട് ഒരു നല്ല സമീപനം സ്വീകരിക്കാറില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു ആവശ്യം, നമ്മൾക്ക് കേരളത്തിലെ യുവാക്കൾക്ക് ഇവിടെ തൊഴിലുകൾ വേണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സ്മാർട്ട് സിറ്റിയും ചർച്ചയാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചർച്ചയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതെല്ലാം കാണുന്ന ആളുകളാണല്ലോ ഇപ്പോൾ ഗവൺമെൻറ്റിലിരിക്കുന്ന ആളുകളായാലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഞങ്ങൾ യുവാക്കളുടെ വികാരങ്ങളാണ് കാണുന്നത്. ആ രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.